വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഒന്നും കൂടെ നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. Then I saw thrones, and seated on them were those to whom the authority to judge was committed. Also I saw the souls of those who had been beheaded for the testimony of Jesus and for the word of God, and those who had not worshipped the beast or its image, and had not received its mark on their foreheads or their hands. They came to life and reigned with Christ for 1,000 years. The rest of the dead did not come to life until the first 1,000 years were ended. This is the first resurrection. Blessed and holy is the one who shares in the first resurrection. Over such, the second death has no power, but they will be priests of God and of Christ, and they will reign with him for 1,000 years. താങ്ക് യു ആനി സിസ്റ്റർ. ഈ വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് നമ്മൾ 2-3 വിഷയങ്ങളെ വേർതിരിച്ചു പഠിക്കുന്നത്. നമ്മളിപ്പോൾ പഠിക്കുന്നത് പോലെയുള്ള ഒരു വിശദീകരണം വെളിപ്പാട് പുസ്തകത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നമ്മൾ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി ഇതുപോലെ അല്പം വിശാലമായിട്ടാണ്. ചിലർക്ക് ഇത്രയും വിശാലതയിൽ പോകണ്ട എന്ന ഒരു അഭിപ്രായം ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവരല്ല, പുറത്തുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മുടെ ഓൺലൈനിലൊക്കെ കേൾക്കുന്നവർ. ഞാൻ നിങ്ങളോട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളത്, എങ്ങനെ വേണം സ്ട്രിക്ട്ലി ടു ദ ടെക്സ്റ്റ്, നമ്മൾ വായിക്കുന്ന വാക്യങ്ങളെ മാത്രം അത്രയും മാത്രം വിശദീകരിച്ച് വേഗത്തിൽ ആ ഭാഗങ്ങൾ തീർക്കുകയാണോ, അതോ ഇന്ന് നമ്മൾ പോകുന്നത് പോലെ അല്പം കൂടെ ആ വിഷയത്തെ കുറച്ചും കൂടെ ഇറങ്ങി ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് സമയം കൂടുതലെടുക്കും. ഓക്കെ, പോലെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദം ഇങ്ങനെയാണ്. ഇപ്പൊ പോകുന്ന പോലെ പോകുന്ന വാസ്തു നല്ലത്. ശരി ശരി ശരി. Pastor, that makes the difference. Everyone takes revelation, but it's just Bible word by word. But you are teaching us how to apply to life and be prepared for eternity. And that is a testimony of many of us. Praise God. So please continue like this. Praise God. Thank you. Yeah. അപ്പം ഞാൻ അവരോടൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ സംബന്ധിക്കുന്നവർക്ക് ഈ ഒരു രീതിയാണ് കൂടുതൽ താല്പര്യവും പ്രയോജനകരവുമെന്ന് അവർ സാക്ഷീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിങ്ങനെ തന്നെ പോകുന്നു. എന്നാലും കൂടുതൽ പ്രാവശ്യം കേൾക്കുമ്പം പിന്നെ എനിക്കും ഒരാശങ്ക. അതുകൊണ്ടാണ് ഞാനും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്കിന് ഒത്തിരി നന്ദി. ശരി, നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ ഈ നിലയിൽ ഒരല്പം വിശാലമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അതിൽ പറയുന്ന വിഷയങ്ങളെയും കൂടെ നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്. വെറും ഒരു വ്യാഖ്യാനം എന്നതിനേക്കാൾ, അല്ലെങ്കിൽ വെറും ഒരു പഠനം എന്നതിനേക്കാൾ, ഇപ്പം റീനമാമ പറഞ്ഞതുപോലെ അത് ലൈഫ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന തരത്തിലാണ് നമ്മുടെ നിത്യത, കർത്താവിനോടൊപ്പമുള്ള നിത്യത ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുന്നത്. സ്തോത്രം. പൗലോസ്ലീഹ പറയുന്നത് പോലെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ആ ഒരു ലക്ഷ്യമാണ് നമ്മുടെ ഈ ക്ലാസ്സുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ പലരും, നമ്മുടെ കൂട്ടത്തിൽ ചിലരും അഭിപ്രായപ്പെട്ടിട്ടും ഒരു ബൈബിൾ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്കൂളിന്റെ രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റാഞ്ഞതും സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യാത്തതും. വേണമെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഈസി ആയിട്ട് ഒത്തിരി പേരുണ്ട്, ഒത്തിരി ബൈബിൾ സ്കൂളുകളും നടത്തുന്നവരും ഒക്കെ ഉണ്ട്. അവർക്ക് സ്റ്റുഡൻസിനെ കിട്ടിയാൽ മതി.
സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർ. എന്നാൽ അതിന് നമ്മൾ മുതിരാഞ്ഞതും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകണ്ട എന്നതുകൊണ്ട് തന്നെയാണ്. താങ്ക് യു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ഈ വെളിപ്പാട് 20:4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ മരിച്ചവരുടെ പുനരുത്ഥാനം, വിശേഷിച്ച് 2 പുനരുത്ഥാനങ്ങളെ കുറിച്ചും നാം അവിടെ കാണുന്നുണ്ട്. 6-ാം വാക്യം ഒന്നും കൂടെ വായിച്ചാട്ടെ. വേഴ്സ് നമ്പർ 6 once again. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. 5-ാമത്തെ വാക്യം വേഴ്സ് 5. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അപ്പൊ ഈ 2 പുനരുത്ഥാനങ്ങളെ കുറിച്ചും നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്നാമത്തെ പുനരുത്ഥാനം എന്ന വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം, പിന്നെ മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന അടുത്ത പുനരുത്ഥാനം, അത് 1000 ആണ്ട് കഴിഞ്ഞ ശേഷമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ 1000 ആണ്ടിന് ശേഷം. അപ്പോൾ ഈ 2 പുനരുത്ഥാനങ്ങളെ കുറിച്ചും ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് 4, 5, 6 വാക്യങ്ങളിൽ. അതുകൊണ്ട് നമ്മൾ ആ പുനരുത്ഥാനം എന്ന വിഷയത്തെ പ്രത്യേകമായി എടുത്ത് പഠിക്കുകയായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് പുനരുത്ഥാനത്തിൻ്റെ രീതിയെ സംബന്ധിച്ച. നമ്മളതിൽ കണ്ടു, അക്ഷരീയമായ ഒരു പുനരുത്ഥാനമാണ് വേദപുസ്തകം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. എ ഫിസിക്കൽ റിസറക്ഷൻ, എ ലിറ്ററൽ റിസറക്ഷൻ, എ മെറ്റീരിയൽ റിസറക്ഷൻ. തികച്ചും അക്ഷരീയമായിട്ടുള്ള പുനരുത്ഥാനം, ഭൗതിക ശരീരത്തിൻ്റെ പുനരുത്ഥാനം. എന്നാൽ വ്യത്യാസം, ഭൗമ ശരീരമാണ് ഉയർക്കുന്നത്, പക്ഷേ അത് ഭൗമ നിലയിൽ ആയിരിക്കില്ല എന്ന് മാത്രം. ഈ ലോലി ബോഡി, ഈ ബലഹീനമായ ശരീരമാണ് ഉയർക്കുന്നത്, എന്നാൽ ബലഹീനതയിൽ അല്ല എന്ന് മാത്രം. ഈ മണ്ണുകൊണ്ടുള്ള എർത്ത്ലി, ഈ മണ്ണുകൊണ്ടുള്ള ശരീരമാണ് ഉയർക്കുന്നത്, പക്ഷേ അത് മണ്ണുകൊണ്ടുള്ള രൂപത്തിലായിരിക്കില്ല എന്ന് മാത്രം. അപ്പം അതാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ഒടുവിൽ ഒരു ചോദ്യം വന്നത്, ജോയ്കുട്ടിച്ചാൻ ചോദിച്ചത്, അദ്ദേഹമാണെന്ന് തോന്നുന്നു ചോദിച്ചത്, അംഗവൈകല്യമുള്ള ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ മരിക്കുമ്പോൾ ഒരാളിൻ്റെ കയ്യോ കാലോ ഒക്കെ മുറിച്ചിട്ടാണ് മരിക്കുന്നത്. ജന്മന അംഗവൈകല്യമില്ലാത്ത ഒരാൾ ചിലപ്പോൾ എന്തെങ്കിലും രോഗത്താലോ അപകടത്താലോ അവയവങ്ങളിൽ ചിലത് മുറിച്ചു. മരിക്കുന്ന സമയത്ത് അദ്ദേഹം അംഗഹീനനാണ്. ഇപ്പോഴത്തെ ഇന്ത്യൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദിവ്യാംഗനാണ്. അങ്ങനെ ഇപ്പോൾ പറയുന്നത് അംഗവൈകല്യം എന്ന് പറയാറില്ല, ദിവ്യാംഗൻ. ഹാൻഡിക്യാപ്പ് എന്ന് പറയാറില്ല, പിന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നാണ് ഇപ്പോഴത്തെ ഒരു രീതി, ഡിഫറൻ്റ്ലി ഏബിൾഡ്. അപ്പം അങ്ങനെ ദിവ്യാംഗനായി അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ട് മരിക്കുന്ന ഒരാൾ ഉയർക്കുമ്പോൾ എങ്ങനെയിരിക്കും? അപ്പം അതിന് നമ്മൾ ഒറ്റ നിലയിൽ കണ്ടു, അംഗവൈകല്യങ്ങൾ കൂടാതെയോ കുറവുകളില്ലാതെയോ ഉള്ള ഒരു ശരീരത്തിലാണ്, പൂർണ്ണതയിലാണ് ഉയർക്കുന്നത്. സ്തോത്രം. നമ്മളതിന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ പറയുകയുണ്ടായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ നമ്മുടെ സിനിൽ ബ്രദർ കഴിഞ്ഞ 23ഓളം വർഷമായിട്ട് അദ്ദേഹം കിടക്കയിലാണ്. തൻ്റെ ശരീരം ചലനമറ്റ് കിടക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് കർത്താവിൻ്റെ വരവിന് മുമ്പ് അദ്ദേഹം മരിക്കുകയാണെങ്കിൽ തനിക്ക് ലഭിക്കുന്ന പുനരുത്ഥാന ശരീരം അല്ല, അദ്ദേഹം ജീവനോടിരിക്കെ തന്നെ കർത്താവ് വരികയാണെങ്കിൽ തൻ്റെ ഈ ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകും. അതിൽ
ഈ വൈകല്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല, ഈ കുറവുകളൊന്നും ഉണ്ടാവുകയില്ല. സ്തോത്രം. അപ്പം പരിപൂർണതയുള്ള തികവുള്ള ഒരു ശരീരമായിരിക്കും നമുക്ക് പുനരുത്ഥാനത്തിൽ ലഭിക്കുവാൻ പോകുന്നത്. എന്നാൽ നമ്മൾ കണ്ടു, ഇതേ ഭൗമിക ശരീരമാണ് ഉയർക്കുന്നത്. സ്തോത്രം. അതല്ലാതെ ഒരു എന്താണ് പറയുന്നത്, വെറും ഈ ശരീരത്തെ വിട്ടിട്ടുള്ള ഒരു സംഗതി അല്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. സ്തോത്രം. അതായത് our resurrection body will be a physical resurrection from the dead, a material resurrection from the dead. സ്തോത്രം. ചിലർ പറയുന്നത് പോലെ മരിച്ചു, ശരീരം ഇവിടെ പോയി, ഇനി ഒരു ആത്മീയ ശരീരം മാത്രമേ ഉള്ളൂ. അല്ല, നമുക്ക് ലഭിപ്പാൻ പോകുന്നത് ഒരു അക്ഷരീകമായ ദേഹമാണ്. പക്ഷെ അതിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ഇന്ന് നമുക്ക് ഉള്ളത് അക്ഷരീക ദേഹമാണ്, ഒരു ഫിസിക്കൽ ബോഡിയാണ്. എന്നാൽ ഇതിൻ്റെ കുറവുകൾ, ഇതിൻ്റെ പരിമിതികൾ, 10-ലധികം പരിമിതികൾ നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ നിന്ന് തന്നെ കാണുകയുണ്ടായി. അതിന് നേരെ വിപരീതമായി അപരിമിതമായ ഒരു ശരീരമാണ് നമുക്ക് ലഭിപ്പാൻ പോകുന്നത്. നമുക്ക് ലഭിപ്പാൻ പോകുന്ന ശരീരത്തെ പൊതുവെ റിസറക്റ്റഡ് ബോഡി, പുനരുത്ഥാന ശരീരം എന്ന് വിളിക്കാം. ഗ്ലോറിഫൈഡ് ബോഡി, മഹത്വീകരിക്കപ്പെട്ട അല്ലെങ്കിൽ മഹത്വ ശരീരം എന്ന് വിളിക്കാം. എക്സോൾട്ടഡ് ബോഡി, ഉയർത്തപ്പെട്ട ശരീരം, ഉയർപ്പിക്കപ്പെട്ടത് മാത്രമല്ല, ഉയർത്തപ്പെട്ട ശരീരം, എക്സോൾട്ടഡ് ബോഡി. സ്തോത്രം. അതിൻ്റെ പൂർണ്ണമായ സാമ്യം എന്ന് പറയുന്നത് ടോട്ടൽ ഐഡന്റിറ്റി വിത്ത് ദ റിസറക്റ്റഡ് ഗ്ലോറിഫൈഡ് എക്സോൾട്ടഡ് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള ഉയർക്കപ്പെട്ട പുനരുത്ഥാന ശരീരത്തോട് അനുരൂപമായ ശരീരമാണ് നമുക്ക് ലഭിപ്പാൻ ഉള്ളത്. സ്തോത്രം. നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തോടും അനുബന്ധിച്ചും കൂടെ ആ വാക്യങ്ങൾ നമുക്കൊന്ന് ഒരെണ്ണം വല്ലതും വായിക്കാം, ബാക്കി നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, 1 John 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകും എന്നും നാം അറിയുന്നു. യേശുക്രിസ്തുവിനോട് നാം സദൃശ്യന്മാർ ആകും. സ്തോത്രം. ക്രിസ്തുവിനോട് നാം സദൃശ്യന്മാരാകും. വി വിൽ ബി ലൈക്ക് ഹിം, ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനം 3:21, ഫിലിപ്പീൻസ് 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തി. കർത്താവിന്റെ വരവിങ്കൽ ദൈവശക്തിയാൽ, അതാണ് ഇവിടെ പറയുന്നത്, സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. അതായത് ക്രിസ്തുവിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് അധീനപ്പെടാത്തത് ഒന്നും ഉണ്ടാവില്ല എന്ന്. സകലവും നമ്മുടെ കർത്താവിന്റെ ശക്തിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സകലത്തെയും തനിക്ക് കീഴാക്കുവാൻ കഴിയുന്ന ശക്തിയാണ് ക്രിസ്തുവിൽ ഉള്ളത്. അതാണ് അവിടെ പറയുന്നത്. ആ ശക്തിയാൽ
കർത്താവിന്റെ വരവിങ്കൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ ലോലി, താഴ്ചയുള്ള ശരീരങ്ങളെ രൂപാന്തരപ്പെടുത്തും. എന്തിനോട് അനുരൂപമായി? തൻ്റെ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുത്തും. അപ്പം യേശുക്രിസ്തുവിൻ്റേത് പോലെയുള്ള ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ മാതൃക. നമുക്ക് ലഭിക്കുവാൻ പോകുന്ന പുനരുത്ഥാന ശരീരത്തിന്റെ മാതൃക യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരമാണ്. യേശുവിന്റെ ഏതു ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത്? യേശുവിന്റെ ഭൗമിക ശരീരം. The dead body of Jesus, the physical dead body of Jesus, the literal body of Jesus. യേശുക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ട ഭൗതിക ശരീരം, അക്ഷരീക ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത്. സ്തോത്രം. അതുപോലെ നമ്മുടെയും ഇതേ ശരീരം, ഇന്ന് നമുക്കുള്ള ഇതേ ശരീരമായിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്. പക്ഷേ ലാസർ ഉയർത്തതുപോലെ അല്ല എന്ന് മാത്രം. ലാസറിന്റെയും മറ്റ് ഉയർത്തെഴുന്നേറ്റ ബൈബിളിലുള്ള 7 പേരുണ്ട്. ലാസറിനെ കൂടി 8 പേരുണ്ട്. ഈ 8 പേരുടെയും ശരീരം മരിച്ച അതേ ശരീരം ഉയർത്തതുപോലെ അല്ല നമ്മുടെ ഇതേ ശരീരം ഉയർക്കുമെന്ന് പറയുന്നത്. വ്യത്യാസം 10 വിശേഷതകൾ നമ്മൾ 1 കൊരിന്ത്യർ 15 നിന്നും കണ്ടിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇത് രൂപാന്തരപ്പെടും. ബൈബിളിൽ ഉയർത്തെഴുന്നേറ്റ ലാസർ ഉൾപ്പെടെ 8 പേരുണ്ട്. അവരുടെ ശരീരം രൂപാന്തരപ്പെട്ടില്ലായിരുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്ന ശരീരം മരിക്കുന്ന ഇന്നുള്ള ഇതേ ശരീരം തന്നെ ഉയർത്തെഴുന്നേൽക്കുമെങ്കിലും അതിന് രൂപാന്തരം സംഭവിച്ചതായിരിക്കും. ആ രൂപാന്തര ശരീരത്തിന്റെ വിശേഷതകൾ നമ്മൾ നേരത്തെ ബൈബിളിന്റെ അകത്ത് നിന്ന് കാണുകയുണ്ടായി. അപ്പോ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ലഭിക്കും. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തോട് തികച്ചും അനുയോജ്യമായ അതേപോലെയുള്ള ഒരു ഉയർപ്പിന്റെ ശരീരമായിരിക്കും നമുക്കും ലഭിക്കുന്നത്. അത് അക്ഷരീയമായിട്ടുള്ള ഒരു ഉയർപ്പ് എന്നുള്ളത് നമുക്ക് പല സ്ഥാനങ്ങളിൽ കാണുവാൻ കഴിയുമല്ലോ. സ്തോത്രം. അതിന് ഞാൻ വായിച്ച ഒരു ലേഖനത്തിൽ കണ്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുക കൂടെ ചെയ്യാം. നമ്മുടെ ശരീരം, ഭൗതിക ശരീരം ഉയർക്കും എന്നുള്ളതിന് ഒന്നാമത്തേത് ചില റെഫറൻസുകൾ ഇവിടെ പറയുന്നു. മത്തായി 22 30-31 വാക്യങ്ങൾ. മാത്യു 22:30 and 31. ലൂക്കോസ് 14 വാക്യം. ലൂക്ക് 14:14. ലൂക്കോസ് 14:14. 1 Corinthians 15:52. 1 കൊരിന്ത്യർ 15:52. 1 തെസലോനിക്കർ 4:16. 1 Thessalonians 4:16. ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ വായിക്കുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനം. സിംപ്ലി ഇറ്റ് ഈസ് റിസറക്ഷൻ ഓഫ് ദ ഡെഡ്. അത് ഭൗതികമായ അക്ഷരീയമായ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മൾ വായിച്ച ഫിലിപ്പ് ലേഖനം 3:20-21 വാക്യങ്ങൾ. അവിടെയും നമ്മൾ കാണുന്നു യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേറ്റ ഭൗതിക ശരീരത്തിന് അനുരൂപമായിട്ടായിരിക്കും
നമുക്കും ലഭിക്കുവാൻ പോകുന്ന പുനരുത്ഥാന ശരീരം. Philippians 3:20 and 21. That means we will also be receiving as a resurrected body as that of Christ. യേശുക്രിസ്തുവിന്റെ ഭൗമദേഹമാണ് ഉയർത്തെഴുന്നേറ്റതെന്ന് നമുക്കറിയാം. അല്ലായിരുന്നെങ്കിൽ യേശുവിന്റെ മരിച്ച ശരീരം ഇന്ന് എവിടെയെങ്കിലും കാണണമായിരുന്നു? ഇല്ല. അത് മണ്ണിൽ പോലും അലിഞ്ഞു ചേർന്നില്ല. അതുകൊണ്ടാണ് നീ നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കയില്ല എന്ന് 16-ാം സങ്കീർത്തനത്തിൽ വാഗ്ദത്തമായി നൽകിയത്. യേശുവിന്റെ ശരീരം അഴുകി മണ്ണിൽ ലയിക്കുന്നതിനു മുമ്പേ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അതായത് ആ മരിച്ച ക്രൂശിച്ച കുരിശിൽ നിന്ന് ഇറക്കി ശീലകൾ കൊണ്ട് ചുറ്റിയ ആ അക്ഷരീയ ശരീരമാണ് യേശുവിൻ്റെത് ഉയർത്തത്. ശീലകൾ കൊണ്ട് ചുറ്റിയത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഈസ്റ്റർ ചിന്തയുമായി ബന്ധപ്പെട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയവും കൂടെ പറയണമെന്ന് എനിക്ക് തോന്നി. ഈസ്റ്ററിന് നിങ്ങൾക്ക് പലർക്കും കിട്ടിക്കാണും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ ലഭിച്ചിട്ടുള്ള ഒരു സന്ദേശമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരത്തെ പൊതിഞ്ഞിരുന്ന ശീലകൾ ശിഷ്യന്മാരും നമ്മുടെ സഹോദരിമാരുമൊക്കെ അവിടെ എത്തിയപ്പോൾ 20-ാമത്തെ വാക്യം, John 20:7. കിടക്കുന്നതും വായിച്ചോ സിസ്റ്റർ? And the face cloth which had been on Jesus's head, not lying with the linen cloths, but folded up in a place by itself. യേശുക്രിസ്തുവിനെ പൊതിഞ്ഞിരുന്ന 2 തരം ശീലകളെ കുറിച്ച് കാണും. ഒന്ന്, ശരീരം മുഴുവൻ റാപ്പ് ചെയ്ത, മൊത്തം ശരീരം ചുറ്റിയ ഒരു വലിയ തുണിക്കഷ്ണം. പിന്നൊന്ന് മലയാളത്തിൽ വായിക്കുന്നത് തലയിൽ ചുറ്റിയിരുന്നതെന്ന്, അല്ലേ? ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചത് ഫേസ് ക്ലോത്ത്, ചിലയിടത്ത് വായിക്കുന്നത് നാപ്കിൻ എന്നാണ്. അപ്പം നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ ഇപ്പോഴൊക്കെ. നേരത്തെയൊക്കെ ആണെങ്കിൽ ശരീരത്തിട്ടിരിക്കുന്ന ആ തുണി തന്നെയാണ് ഒന്ന് വിരിച്ച് മുഖം മൂടുമായിരുന്നത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ചിലയിടത്ത്, മിക്കയിടത്ത് കാണുന്നത് മുഖത്ത് മാത്രം ഇടാൻ വേണ്ടി ഒരു റൂമാല് പോലത്തെ, ഒരു ഹാങ്കർചീഫ് പോലത്തെ ഒരു സാധനം ഇടാറുണ്ട്. എങ്ങനെയും ആകട്ടെ, യേശുക്രിസ്തുവിനെ തലയിൽ ചുറ്റിയ തുണി വേറെയും ശരീരത്തെ മുഴുവനും ചുറ്റിയിരുന്ന തുണി വേറെയും എന്ന് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാം. അതില് ശരീരത്തെ ചുറ്റിയിരുന്ന തുണി നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ പോലെ അങ്ങോട്ട് മാറ്റിയിട്ടിരുന്നു. എന്നാൽ ഫേസ് ക്ലോത്ത് അത് മടക്കി ഒരിടത്ത് വെച്ചിരുന്നു. അതിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ലേഖനങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിലൊക്കെ, ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു മെസ്സേജാണ്, എന്തുകൊണ്ട് അങ്ങനെ ആ ഫേസ് ക്ലോത്ത്, ആ നാപ്കിൻ, ആ തലയിൽ ചുറ്റിയിരുന്ന തുണി, ആ ഒരു കൊച്ചു തുണിക്കഷണം മടക്കി വെച്ചു. അതിനൊരർത്ഥമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വായിച്ചിട്ടുണ്ടായിരിക്കും. That shows he is not finished with, but he will come again. അത് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് പറയുന്ന ഒരു സൂചനയാണെന്ന് നമ്മൾ വായിച്ചിട്ടും കേട്ടിട്ടും ഉണ്ടാകും. ഇല്ലേ? കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ.
എപ്പോഴാ പാസ്റ്റർ കേൾക്കുന്നത്? ഫസ്റ്റ് ടൈം? ഓ. ആകെ ഒരു കാര്യം കേട്ടിട്ടുള്ളത്, there was no hurry. He was not hurried to go, but he did what he is supposed to do എന്നുള്ള ഒരു ചിന്ത മാത്രം. ഓ, എഴുന്നേറ്റപടി അങ്ങ് പോയില്ല, ഒന്ന് മടക്കിയൊക്കെ പോയില്ല. വെച്ചിട്ട് അതെ, സ്വസ്ഥമായിട്ട് പോയി. അതുകൊണ്ട് അത് മടക്കി വെക്കാനായിട്ടുള്ള സമയം എടുത്തു, എന്നിട്ട് പോയി എന്നിങ്ങനെ. അത് ഈ റൂമാലി പോലത്തെ ഇത്രയും വലിയ സാധനമോ, ഫേസ് ക്ലോത്ത് എന്ന് പറയുന്നത്, അത് മടക്കി അതെ, വെക്കാൻ വേണേ സമയമൊന്നും അല്ല എടുക്കുന്നില്ല. പാസ്റ്റർ, അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ അങ്ങ് പോവുമായിരുന്നെങ്കിൽ അതങ്ങനെ കിടക്കത്തില്ലായിരുന്നല്ലോ, ജസ്റ്റ് മറ്റേ ക്ലോത്ത് ഊരിയിട്ട് എൻ്റെ കൂട്ട് തന്നെ പോവായിരുന്നു. ഓക്കെ. ഇങ്ങനെയും ഉണ്ട് ഒരു സംഗതി. അതും ഞാൻ കേട്ടിട്ടുണ്ട്. ധൃതി വെച്ചൊന്നുമല്ല പോയത്, അല്പം നിന്നിട്ടൊക്കെയാ പോയത്. ഓർഡർലി ആൻഡ് അൺഹറീഡ്. ആഹാ. അപ്പൊ ഇത് മറ്റൊന്നാണ്. ആ മടക്കി വെക്കുന്നതിന് മറ്റൊരു കൊണോട്ടേഷൻ ഉണ്ട്. അത് പ്രത്യേകിച്ച് പറയുന്നത് ഒരു ദാസനും യജമാനനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. യജമാനന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ ദാസന്മാർ അവരെ മേശമേൽ ശുശ്രൂഷിക്കും. അപ്പോൾ യജമാനന്മാർക്ക് അവർ ഉപയോഗിക്കുന്ന, നമ്മൾ ഹോട്ടലിലൊക്കെ ചെന്നാലും ഉണ്ടല്ലോ, നമുക്കിതുപോലെ വലിയ ഹോട്ടലൊക്കെ ആണെങ്കിൽ അവർ മടിയിലിടാനാണോ ഇവിടെ കെട്ടാനാണോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അങ്ങനത്തെ ഒരു സാധനം തരാറുണ്ട്, ഒരു ടവല് തരാറുണ്ട്. അടുത്തൊക്കെ ഇരിക്കുന്നവർ നോക്കിയിട്ട് ചിലരൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടിയിടുന്നത് കണ്ട് ഞാനും കെട്ടിയിട്ടിട്ടുണ്ട് ചിലടത്തൊക്കെ. ചിലരാണെങ്കിലും മടിയിൽ വിരിക്കും, അത് കണ്ട് ഞാനും മടി വിരിച്ചിട്ടുണ്ട്, പണ്ട് സായിപ്പ് ചക്ക തന്ന പോലെ. ഇനി ഇതിലേതാ ശരിയെന്നറിയത്തില്ല. ചിലരാണെങ്കിൽ ഇതൊന്നുമില്ല, ചുമ്മാ കറിയൊക്കെ കയ്യിൽ പറഞ്ഞിട്ട് തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും അറിയത്തില്ല. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചിലരൊക്കെ നമ്മളെ ഹോട്ടലിൽ കൊണ്ടുപോകല്ലോ, അന്നേരത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ ഇതുപോലത്തെ ഒരു തുണിയാണെന്ന് വെച്ചോളൂ, യജമാനന്മാർ ഭക്ഷണമേശയിൽ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള നാപ്കിൻ. അതിന് ടേബിൾ നാപ്കിൻ എന്ന് വിളിക്കാറുണ്ട്. ഇത് പക്ഷേ ടേബിൾ നാപ്കിൻ അല്ല, ഫേസ് നാപ്കിൻ ആണ്. ഫേസ് ക്ലോത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. ഏതായാലും ഈ ടേബിൾ ക്ലോത്ത്, ഈ ഭക്ഷണമേശയിൽ യജമാനന്മാർ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഈ തുണി അലസമായിട്ട് ഊരിപ്പിടിച്ച് വെറുതെ അങ്ങ് ഇട്ടിട്ട് എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ ദാസന്മാർക്ക് ഇനിയും കാത്തു നിൽക്കണ്ട. അവർക്ക് ബാക്കിയിരിക്കുന്നതൊക്കെ എടുത്തുകൊണ്ട് പോയി ടേബിളൊക്കെ ക്ലീൻ ചെയ്യാം, അവർക്ക് കഴിക്കാം, ഒക്കെ ചെയ്യാം. അതേസമയം യജമാനൻ ആ തുണി മടക്കി വെച്ചിട്ടാണ് ഊണുമേശയിൽ നിന്നും എഴുന്നേറ്റ് പോയതെങ്കിൽ, അദ്ദേഹം എഴുന്നേറ്റ് പോയി എങ്കിൽ കൂടെ ദാസന് ആ മേശ കാലിയാക്കാൻ പറ്റത്തില്ല. ആ മടക്കി വെച്ചതിൻ്റെ അർത്ഥം ഞാൻ തിന്നു കഴിഞ്ഞില്ല, ഇപ്പൊ എന്ത് ആവശ്യത്തിന് പോവുക, ഇനിയും ബാക്കി കഴിക്കാൻ വരും, അതുകൊണ്ട് ഇതെല്ലാം എടുത്തോണ്ട് പോകരുത്. ഈ ഒരർത്ഥം ഉണ്ടെന്നാണ് കുറച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അത് വച്ചുകൊണ്ട് യേശുക്രിസ്തു യോഹന്നാൻ 20:7 വായിച്ചതുപോലെ തൻ്റെ തലയിൽ ചുറ്റിയിരുന്ന തുണി മടക്കി കല്ലറയിൽ ഒരിടത്ത് വേറെ വെച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുന്നത് യേശു എല്ലാം ഒന്നും ചെയ്ത് തീർന്നില്ല, അതായത് യേശുവിൻ്റെ മിഷൻ, ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, കർത്താവ് വീണ്ടും വരും എന്നതിനൊരു സൂചനയാണത്രേ. യേശു വരും എന്നുള്ളതിന് സംശയമൊന്നുമില്ല, അത് കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. വേദപുസ്തകത്തിൽ ഏതാണ്ട് 1500 ചില്ലുവാനം പ്രാവശ്യം, 1845 പ്രാവശ്യം ബൈബിളിൽ മൊത്തം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഞാൻ എണ്ണി നോക്കിയതല്ല. 1845 ടൈംസ് ഇൻ ദ ബൈബിൾ. ബൈബിളിൽ മൊത്തം 1845 പ്രാവശ്യം കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ പല പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളത്. അപ്പം അതിന് സംശയമൊന്നുമില്ല. പക്ഷേ
ഈ റൂമാൽ മടക്കി വെച്ചു എന്നുള്ളതിന് ആ ഒരു അർത്ഥമുണ്ടോ എന്ന് എനിക്ക് ഇന്നും അതേ സംബന്ധിച്ച് ചില ലേഖനങ്ങൾ ലഭിച്ചു. അപ്പം ദേവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെ. അതെ, അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ നാളുകളിലുള്ള ഒരു ട്രെൻഡാണിത്, ധാരാളം അങ്ങനെയുള്ള. അതുകൊണ്ടാ ഇതുവരെ നിങ്ങൾ ചിലർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചു പോയത്. അതുകൊണ്ട് ഞാനിത് കുറച്ചൊന്ന് അന്വേഷിച്ചു, പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും ഗൂഗിളിലും ഞാൻ സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് 2007 ശേഷം, ആഫ്റ്റർ 2007, അതായത് 2007 ഓക്കെ 2007 ഉണ്ടായ ഒരു ട്രെൻഡാണിത്. 2007 വരെ ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടായിട്ടില്ല. ഇതിനു ശേഷം എന്നിട്ട് ഞാൻ വായിച്ചത്, ഇറ്റ് ക്യാൻ ബി ഫൗണ്ട് ഓൺലി ഇൻ ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽസ് ഓർ സച്ച് സോഷ്യൽ മീഡിയാസ്. അതോറിറ്റേറ്റീവായ പുസ്തകങ്ങളിലോ ഡിക്ഷണറികളിലോ കമന്ററികളിലോ ഇങ്ങനത്തെ ഒരു സംസ്കാരത്തെക്കുറിച്ച് ഒരു രേഖയുമില്ല. അപ്പം ഇത് ഈ എന്താണ് പറയുന്നത്, വ്യാഖ്യാതാക്കളുടെ വേണമല്ലോ ഓരോ പുതിയ എന്താണ് പറയുന്നത്, ഒരു 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 അതിനെന്താ പറയുന്നേ, ഹിന്ദിയിലാണെങ്കിൽ ഒരു തൂൽ മിൽനെ കേലിയെ, അവർക്കൊരു മൈലേജ് കിട്ടാൻ വേണ്ടി. പ്രസംഗത്തിന് വേണ്ടായോ ഈ പഴയത് തന്നെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആര് കേൾക്കാനാ? പുതുമ വേണ്ടേ? ആ പുതുമയ്ക്ക് അകത്തും വേണ്ടേ ഒരു വൈബൊക്കെ? അതിനു വേണ്ടി ഉണ്ടാക്കുന്ന കുറെ സ്റ്റോറീസ് ആണിത്. നമുക്ക് ഈ റൂമാൽ മടക്കി വെച്ചതിൽ നിന്ന് യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. അതിന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളിലും, 66 പുസ്തകങ്ങളിലും കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് വ്യക്തമായ ഉപദേശമുണ്ട്. അതുകൊണ്ട് ഇല്ലാത്ത ഒരിടത്ത് പോയി ഇല്ലാത്ത ഒരു സാധനം കുഴിച്ചെടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യം ഇല്ല എന്ന് സന്ദർഭോചിതമായിട്ട് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ ഒത്തിരി കേൾക്കും. അത് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു പുതുമയൊക്കെ കിട്ടി ആത്മാവിലൊക്കെ അങ്ങ് ആയെന്നിരിക്കും. അതിൽ ആരും എന്താണ് പറയുന്നത്, ഭയങ്കര ഉത്തേജനമൊന്നും നോക്കണ്ട. തിരുവെഴുത്തിൽ വളരെ ആഴത്തിൽ പറഞ്ഞിട്ടുള്ള സത്യമാണ് കർത്താവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളത്. സ്തോത്രം. അപ്പൊ പറഞ്ഞതിന്റെ സാരം നമ്മളിവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. യേശുവിൻ്റെ ജഡശരീരത്തിൽ ചുറ്റിയിരുന്ന വസ്ത്രം, ആ തുണി, റാപ്പ് ചെയ്ത തുണി മാറ്റിവെച്ചു. തലയിൽ ചുറ്റിയിരുന്ന തുണിയും അഴിച്ചു മാറ്റിവെച്ചു. രണ്ടും രണ്ടായിട്ടിരിക്കുന്നു എന്നേ അവിടെ അർത്ഥമുള്ളൂ കേട്ടോ. അതിനപ്പുറത്ത് അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും നമ്മൾ കണ്ടെത്താൻ പോകണ്ട. രണ്ടും രണ്ടായിട്ട് തന്നെ മാറ്റിവെച്ചു. അപ്പൊ കർത്താവ് വളരെ സുബോധത്തോടെ കാര്യങ്ങൾ ചെയ്തു. താൻ ഉയർത്തെഴുന്നേറ്റു, ആരും മോഷ്ടിച്ചുകൊണ്ട് പോയതൊന്നും അല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം അക്കാര്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമുക്കിവിടെ വേണ്ടത് യേശുവിൻ്റെ മരിച്ച, കുരിശിൽ തറച്ച, ശിഷ്യന്മാർ കുരിശിൽ നിന്നും ഇറക്കിയ, ശിഷ്യന്മാർ ഭക്തിയോടെ ചുറ്റി, ശീലകൾ ചുറ്റി കല്ലറയിൽ അടക്കം ചെയ്ത അതേ ശരീരമാണ് ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ തന്നെ നാമും ഏതു ശരീരത്തിൽ മരിക്കുന്നുവോ, നമ്മുടെ സ്വന്തം ശരീരം, ഇത് വേറെ ആരുടെയല്ല, ഈ ശരീരം എൻ്റേത് മാത്രമാണ്. എൻ്റേത് മാത്രം എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെതാണ്, സ്രഷ്ടാവിൻ്റെതാണ്, എൻ്റെ സ്വന്തമല്ല. പക്ഷേ എനിക്ക് എൻ്റെ ശരീരം എന്ന് പറയുന്നത് പോലെ എൻ്റെ ഈ ശരീരത്തെ എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ പോലും അവകാശപ്പെടാൻ കഴിയില്ല.
ഇത് ഞാൻ വസിക്കുന്ന, എൻ്റെ ആത്മാവ് വസിക്കുന്ന, എൻ്റെ ആത്മാവ് മാത്രം വസിക്കുന്ന എൻ്റെ മാത്രം ശരീരമാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ശരീരം നാം ഓരോരുത്തരുടെയുമാണ്, മറ്റാരുടെയുമല്ല. ദൈവത്തിന് അവകാശമുണ്ട്. കർത്താവ് നമ്മെ വീണ്ടെടുത്തുകൊണ്ട് നമ്മൾ സ്വന്തക്കാരല്ല, അത് വേറെ വിഷയമാണ്. എന്നാൽ ഇത് ശരീരത്തിന്റെ കാര്യം മാത്രം. അങ്ങനെയുള്ള ഈ ശരീരം തന്നെ ആയിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിരിക്കുമല്ലോ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? രൂപാന്തരം പ്രാപിക്കുന്നു പറഞ്ഞ ആ രീതിയിലല്ലേ? രൂപാന്തരം പ്രാപിക്കുമെന്ന് രൂപാന്തരപ്പെട്ട ശരീരമായി ഉയർത്തുന്നത്. അതെ, ഇതേ ശരീരം, പക്ഷേ വ്യത്യാസം, ഇത് രൂപാന്തരപ്പെട്ട ശരീരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ പുനരുത്ഥാന ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം, മഹത്വ ശരീരം എന്നൊക്കെ വിളിക്കുന്നു. മറ്റെന്തെങ്കിലും? ശരി, മറ്റൊന്നുമില്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, കുറെ റെഫറൻസുകൾ മത്തായി 22 തൊട്ട് ഇങ്ങോട്ട് നമ്മൾ കണ്ടത് മരിച്ചവരുടെ പുനരുത്ഥാനം എന്ന അക്ഷരീയമായ പ്രയോഗത്തിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പുനരുത്ഥാനം അക്ഷരീയമാണെന്ന് തെളിയുന്നു. രണ്ടാമത്, ഫിലിപ്പിയർ 3:20-21 നിന്ന് കണ്ടു, യേശുക്രിസ്തു വരുമ്പോൾ നമ്മുടെ ശരീരങ്ങളെയും തൻ്റെ മഹത്വ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അതിലാണ് നമ്മൾ കണ്ടത് യേശുക്രിസ്തുവിൻ്റെ മരിച്ച് അടക്കപ്പെട്ട അതേ അക്ഷരീക ശരീരമാണ് ഉയർത്തത്, പക്ഷെ തേജസ്സോടുകൂടെ, അക്ഷയതയോടുകൂടെ. അതുപോലെ തന്നെ നമ്മുടെയും ഇതേ ശരീരം ഉയർക്കും, പക്ഷെ രൂപാന്തരപ്പെട്ടതായിരിക്കും, അമർത്യമായതായിരിക്കും. ആ വിശേഷതകൾ നമ്മൾ കണ്ടു. മൂന്നാമതായിട്ട് റോമർ 8:23 നമ്മൾ പല പ്രാവശ്യവും വായിച്ചതാണ്. 21 തൊട്ട് 23 വരെയുണ്ട്. റോമൻസ് 8:21-23, എസ്പെഷ്യലി വേഴ്സ് 23. 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. നമ്മുടെ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ഇതേ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ചില ക്രൈസ്തവ സംഘങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പില്ലെന്നാണ്. ശരീരം മരിക്കുന്നു, മണ്ണിൽ ലയിക്കുന്നു, തീരുന്നു, അതോടുകൂടെ തീർന്നു. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് മാത്രമാണ് അങ്ങനെയുള്ളവരെ ചിന്തിക്കുന്നതും പഠിപ്പിക്കുന്നതും. അങ്ങനെയല്ല, ശരീരത്തിൻ്റെയും കൂടെ വീണ്ടെടുപ്പുണ്ട് എന്നതിന് തെളിവുകളായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുവെന്ന് മാത്രം. നാലാമത്തെ കാര്യം, നാം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ, ജോൺ 5:25-29, യോഹന്നാൻ 5:25 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ഉയർക്കും. അക്ഷരീയമായ മരിച്ച് മണ്ണിൽ ലയിച്ച ശരീരത്തിന്റെ ഉയർപ്പിനെ പറ്റിയാണ് അവിടെയും പറയുന്നത്. മറ്റൊരു തെളിവ് നമ്മൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നിന്നും കണ്ടിരുന്നു. 19-ാം അധ്യായം 25-26 വാക്യങ്ങളിൽ, ജോബ് 19:25-26, അവിടെയും ഇയ്യോബ് പറഞ്ഞത്, ഞാൻ എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ചാലും ദേഹസഹിതനായി ഞാൻ അവനെ കാണും. എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട്, അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ അവനെ
കാണും. അപ്പം തൻ്റെ ക്ഷയിച്ച് മണ്ണിൽ ലയിക്കുന്ന അതേ ശരീരം ഉയർത്ത് തൻ്റെ ഒഴുകിപ്പോകുന്ന അതേ കണ്ണുകൊണ്ട് വീണ്ടെടുപ്പുകാരനെ കാണും എന്ന ഉറപ്പാണ് ഇയ്യോബും അവിടെ നമുക്ക് നൽകുന്നത്. അപ്പം ഈ നിലകളിൽ അക്ഷരീയമായ ഒരു ഉയർപ്പിനെ സംബന്ധിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അക്ഷരീയമായ ഒരു ഉയർപ്പ്, നമ്മുടെ ഇതേ ശരീരത്തിൻ്റെ രൂപാന്തരം. നമ്മൾ നേരത്തെയും കണ്ടു, ഒരു ഭക്തൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു മനുഷ്യന്റെ, ഭക്തനോ അഭക്തനോ ആകട്ടെ, വിശ്വാസിയോ അവിശ്വാസിയോ ആകട്ടെ, മരിക്കുമ്പോൾ നമ്മൾ കണ്ടു ആത്മാവ്, ദേഹി, ദേഹം, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഇരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ ജീവനോടിരിക്കുന്നു എന്ന് പറയുന്നത്. When all these three components united together, we say a person is alive. ഇത് മൂന്നും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ആ മനുഷ്യൻ ജീവനോടിരിക്കുന്നു. മരണത്തിൽ എന്ത് സംഭവിക്കുന്നു? തൻ്റെ ആത്മാവും ദേഹിയും കൂടെ ദേഹത്തെ വിട്ടുപോകുന്നു. Spirit and soul get separated from the body. That is called physical death. അങ്ങനെ ആത്മാവും ദേഹിയും കൂടെ ശരീരത്തെ വിട്ടുപോകുന്ന പ്രക്രിയയാണ് ശാരീരിക മരണം. ശാരീരിക മരണം. ആ മരണത്തിൽ എന്താ സംഭവിക്കുന്നത്? സംഭവിക്കേണ്ടത് എന്താണ്? സംഭവിക്കേണ്ടത് ഇത് മൂന്നും, അതായത് ആത്മാവ്, ദേഹം, ദേഹി, ദേഹം, ഇത് മൂന്നും മരണത്തിൽ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകുകയാണ് വേണ്ടത്. From where these three components or elements originated, came, they have to go back to the same place or source at death. എവിടെ നിന്നാണോ ഇത് മൂന്നും ഉത്ഭവിച്ചത് അവിടേക്ക് മരണത്തിൽ ഇവ തിരിച്ചെത്തുക, തിരികെ പോവുകയാണ് വേണ്ടത്. അതിൻ്റെ യഥാർത്ഥ നില നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ദിവസവും 3 നിന്ന് അത് കണ്ടു. ആദമിനെ പാപം നിമിത്തം ദൈവം ശപിക്കുമ്പോൾ അവനോട് പറഞ്ഞു, നിന്നെ നിലത്തെ പൊടിയിൽ നിന്നും എടുത്തിരിക്കുന്നു, അതുകൊണ്ട് നീ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. നമ്മൾ ശവമടക്കന് ഇത് പറഞ്ഞും അല്പം മണ്ണ് ആ ദേഹത്ത് അല്ലെങ്കിൽ പെട്ടിമേലിട്ടും കൊണ്ടാണ് ശവമടക്കുന്നത്. അപ്പോൾ ശരീരം മണ്ണിൽ നിന്നും എടുത്തിരിക്കുന്നു. ആദാം എന്ന പേരിന്റെ പോലും അർത്ഥം അതാണ്, മണ്ണിൽ നിന്നുള്ളവൻ എന്ന ആദം. അതുകൊണ്ട് ആ പുരുഷനും സ്ത്രീക്കും, ആദമനും ഹൗവയ്ക്കും അതേ പേര് ഇട്ടത്. ഔട്ട് ഓഫ് ദ ഡസ്റ്റ്, പൊടിയിൽ നിന്നുമുള്ളവൻ. ഇതാണ് ആദം, അഡാമ എന്ന പേരിന്റെ അർത്ഥം. അങ്ങനെയാണ് നാം എല്ലാവരും മനുഷ്യരായി തീർന്നത്. അതുകൊണ്ട് ഉറുദുവിലും ഹിന്ദിയിലുമൊക്കെ നമ്മളെ വിളിക്കുന്നത് ആദമി. ആദമി, ആദാമിൽ നിന്നുള്ളവൻ, മനുഷ്യൻ, പൊടിയിൽ നിന്നുള്ളവൻ, മണ്ണിൽ നിന്നുള്ളവൻ. അതിനെ വേണമെങ്കിൽ മണ്ണിന്റെ പൊതുവായ നിറം ചെമന്നതായതുകൊണ്ട്, റെഡ് ആയതുകൊണ്ട് ചെമന്നവൻ എന്ന അർത്ഥവും അതിനുണ്ട്.
മണ്ണിൽ നിന്നുള്ളവൻ എന്നർത്ഥം തന്നെയാണ് അതിന്. മണ്ണിന്റെ നിറമുള്ളവൻ. അപ്പൊ ഈ മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട ദേഹം മരണത്തിൽ ഇതേ മണ്ണിലേക്ക്, ഭൂമിയിലേക്ക് തിരികെ ചേരുന്നു. ആത്മാവ് വന്നത് എവിടുന്ന? ആരുടെ ആത്മാവ് ആകട്ടെ, വിശുദ്ധന്റെയോ അശുദ്ധന്റെയോ ആകട്ടെ, ആത്മാവിന്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് മരണത്തിൽ മനുഷ്യന്റെ ആത്മാവ് ശരീരത്തെ വേർപെടുമ്പോൾ തിരികെ എത്തേണ്ടത് സ്രഷ്ടാവായ ദൈവത്തിങ്കലേക്കാണ്. പക്ഷേ ആ ദൈവത്തിങ്കലേക്ക് തിരികെ എത്തണമെങ്കിൽ, ദൈവത്തിന്റെ അടുക്കൽ എത്തണമെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണ വ്യവസ്ഥകളുണ്ട്. നമുക്കതൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഈ മനുഷ്യർ രണ്ട് രീതികളിലാണ് സ്രഷ്ടാവിനോട് പ്രതികരിച്ചിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ടാണ് അവരെ പാപിയെന്നും വിശുദ്ധനെന്നും രക്ഷിക്കപ്പെട്ടവനെന്നും അല്ലാത്തവനെന്നും വിശ്വാസിയെന്നും അവിശ്വാസിയെന്നും ഒക്കെ രണ്ടായിട്ട് തരംതിരിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഒരു വിശുദ്ധന്റെ ആത്മാവ് മരിക്കുമ്പോൾ, ഒരു വിശുദ്ധൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവ് ദൈവത്തിങ്കലേക്ക് എത്തുന്നു. എന്നാൽ ദൈവത്തിന്റെ അടുക്കൽ പോകുവാൻ, ദൈവത്തോട് കൂടെ വസിക്കുവാൻ യോഗ്യതയില്ലാത്ത ഒരുവൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ പാർപ്പിക്കുവാൻ ദൈവം തന്നെ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. വേദപുസ്തകം ആ സ്ഥലത്തെ ടാർട്ടറസ്, യാതനാസ്ഥലം, എ പ്ലേസ് ഓഫ് ടോർമെന്റേഷൻ എന്ന് വിളിക്കുന്നു. യാതനാസ്ഥലം. അപ്പം ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ സംഭവിക്കുന്നത് ചുരുക്കത്തിൽ എന്താണ്? അവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ട് അവന് വസിക്കുവാൻ യോഗ്യത അനുസരിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ചേരുന്നു. പഴയ നിയമഭാഷയിൽ വിശുദ്ധന്റെ ആത്മാവ് മേലത്തെ പറുദീസയിലും അശുദ്ധന്റെ ആത്മാവ് കീഴെയുള്ള പാതാളത്തിലും എത്തുന്നു. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെയും ഒരിക്കൽ പറഞ്ഞതും പഠിച്ചതുമായതുകൊണ്ടാണ് വിശദീകരിക്കാതെ ഞാൻ പോകുന്നത്. നമ്മുടെ സാധാരണ ക്ലാസ്സുകളിലും ചോദ്യോത്തര വേളയിലും ഇതിനെപ്പറ്റി നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് വിശദമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ, വാട്ട് ഹാപ്പൻസ് അറ്റ് ഡെത്ത്, മരണത്തിൽ എന്ത് സംഭവിക്കുന്നു? മനുഷ്യന്റെ ആത്മാവും ദേഹിയും ശരീരം വിടുന്നു. ശരീരം എടുക്കപ്പെട്ട മണ്ണിലേക്ക് മടങ്ങുന്നു. ആത്മാവ് തന്നെ നൽകിയവങ്കിലേക്ക് പോകുന്നു. ദൈവത്തോടൊപ്പം വസിക്കാൻ യോഗ്യതയില്ലാത്ത ആത്മാക്കൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന യാതനാസ്ഥലത്തേക്കും, ദൈവത്തോടൊപ്പം വസിപ്പാൻ തക്കതുപോലെ ജീവിച്ചവരുടെ ആത്മാക്കൾക്ക് അവരുടെ മരണത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന മറ്റൊരു സുഖവാസ കേന്ദ്രമെന്ന് വേണമെങ്കിൽ പറയാം, അവിടേക്കും പോകുന്നു. സഭാപ്രസംഗി 12:7. സുജ എടുത്തെങ്കിൽ വായിച്ചോ. പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. എവിടെ നിന്നും വന്നോ അവിടേക്ക് പോകുന്നു. നമ്മളിപ്പം എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞാലും അവിടെ തന്നെ ആയിരിക്കും. നമ്മളൊക്കെ അല്ലാതെ സഭകളിൽ യോഗത്തിന് വന്നാൽ, യോഗം കഴിഞ്ഞാൽ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരികെ പോകും, അവരവരുടെ വീടുകളിലേക്ക്. വഴിയിൽ നമ്മുടെ വീടിനേക്കാൾ നല്ല വീട് കണ്ടാലും അവിടെങ്ങും കയറത്തില്ല, അത് നമ്മുടേതല്ല. അതുകൊണ്ട് ഇപ്പൊ വന്നിടത്തേക്ക് തിരികെ പോകുന്നു. പൊടി
പണ്ട് ആയിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. അതിനെ ഇനി ദഹിപ്പിക്കുന്നെങ്കിൽ ദഹിപ്പിച്ചോ, അല്ല കുഴിച്ചിടുന്നെങ്കിൽ കുഴിച്ചിട്ടോ, കല്ലറയിൽ വെക്കുന്ന കല്ലറയിൽ വെച്ചോ, സെല്ലിലാണെങ്കിൽ സെല്ലിൽ വെച്ചോ, അല്ല ഐസിട്ട് വെച്ചേക്കാമെങ്കിൽ അങ്ങനെ വെച്ചോ, എന്ത് വേണേലും ചെയ്തോ, ഒരു കുഴപ്പമില്ല. വടക്കൻഡിയിലൊക്കെ ഞങ്ങൾ ചിലപ്പം ആൾക്കാർ മരിക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും. ബോഡിക്ക് വേണ്ടി ചില അടി കൂടും. ഞങ്ങൾ പറയും നിങ്ങൾക്ക് വേണേൽ കൊണ്ടുപോക്കോ. ഞങ്ങൾ അതിനു വേണ്ടി അടികൂടുമ്പോൾ പോകത്തില്ല. ഞങ്ങൾക്ക് കൊണ്ടുപോയി അടക്കണമെന്നും കുറിയലായുസവും ചൊല്ലണമെന്നൊന്നും ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ഏതെങ്കിലും കർമ്മം നടത്തി നിങ്ങൾ അടക്കിക്കോ, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ വിട്ടുകൊടുക്കും ബോഡി. അക്രൈസ്തവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ ചിലര് ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ചെയ്തു. ഇനി എവിടെ കൊണ്ടടക്കിയാലും കർത്താവിന്റെ വരവിൽ ഈ ശരീരം കർത്താവിനുള്ളതാണെങ്കിൽ ഉയർക്കും, ഒരു പ്രശ്നമില്ല. അപ്പൊ പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് തന്നെ അതിനെ നൽകിയവങ്കിലേക്ക്, ദൈവത്തിങ്കിലേക്ക് തിരികെ ചേരുന്നു. വിശുദ്ധന്മാരുടെ ആത്മാക്കൾ മുമ്പ് കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെ മരിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പോയിക്കൊണ്ടിരുന്നത് പറുദീസ, പാരഡൈസ് എന്നറിയപ്പെടുന്ന എബ്രഹാംസ് ബോസം, അബ്രഹാം പിതാവിന്റെ മടി എന്ന് അറിയപ്പെടുന്ന അപ്പർ ഷിയോളിലേക്കായിരുന്നു, മീതെ ഉള്ള പാതാളം. എന്നാൽ ദുഷ്ടന്മാരുടെ ആത്മാക്കൾ പണ്ട് മുതൽ ഇപ്പോൾ വരെയും ശരീരം വിട്ടാൽ ചെല്ലുന്നത് ലോവർ ഷിയോൾ, കീഴേയുള്ള പാതാളം. അതിന് തന്നെയാണ് പറയുന്നത് പ്ലേസ് ഓഫ് ടോർമെന്റേഷൻ, യാതനാസ്ഥലം, ടാർട്ടറസ്. അവിടേക്കാണ് പോകുന്നത്. ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരാള് എനിക്ക് ചില പ്രസംഗകരുടെ പേരും കൂടെ പറയേണ്ടത് കൊണ്ട് പരസ്യമായിട്ട് പറയാതെ എനിക്ക് വ്യക്തിപരമായിട്ട് മെസ്സേജ് അയച്ചു. ഞാനതിന് മറുപടി കൊടുത്തില്ല. ഈ വിഷയം വരുമ്പോൾ പരസ്യമായിട്ട് മറുപടി പറയാമെന്ന് കരുതി ആ വ്യക്തിയെയോ ആ പ്രസംഗിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ച പാസ്റ്ററുടെയോ പേര് ഞാൻ പറയുന്നില്ല. ചിലരെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്രേ, സ്വർഗം ഇതുവരെ തുറന്നിട്ടില്ല, സ്വർഗത്തിൽ ഇതുവരെ ആരും കയറിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ മരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പറുദീസയിലേക്ക്, അബ്രഹാം പിതാവിന്റെ മടിയിലേക്കാണ് പോകുന്നത് എന്ന്. തെറ്റാണ് ആ പഠിപ്പീര്. കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ്, നമ്മുടെ അറിവിൽ കർത്താവിന്റെ ഉയർപ്പിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ മരിച്ച വ്യക്തി കൊണ്ടായിരുന്ന കള്ളൻ, കുരിശിലെ മാനസാന്തരപ്പെട്ട കള്ളൻ. ഇപ്പൊ നമ്മുടെ അറിവിൽ വിശ്വാസിയായി മരിച്ച ആദ്യത്തെ വ്യക്തി ഹാബേലും യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് ഏറ്റവും ഒടുവിൽ മരിച്ച വിശുദ്ധൻ കുരിശിലെ മാനസാന്തരപ്പെട്ട കള്ളനുമാണ്. അപ്പോ ഹാബേൽ മുതൽ ഈ കുരിശിലെ മാനസാന്തരപ്പെട്ട കള്ളൻ വരെ, യേശുക്രിസ്തു ഉൾപ്പെടെ ഉള്ളവർ മരണശേഷം അവരുടെ ആത്മാക്കൾ പോയത് പറുദീസ എന്ന സ്ഥലത്താണ്. നോട്ട് ഹെവൻലി പാരഡൈസ്, but this particular paradise called the Abraham's bosom, അബ്രഹാം പിതാവിന്റെ മടിയെന്ന് വിളിക്കപ്പെടുന്ന ഈ പറുദീസയിലേക്കാണ് ഈ വിശുദ്ധന്മാരുടെ എല്ലാം ആത്മാക്കൾ മരണശേഷം എത്തിയത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം നാം എഫേസ്യർ 4:7 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, എഫേഷ്യൻസ് 4:7 ഫോളോയിങ്, അവിടെ നാം വായിക്കുന്നത് പോലെ യേശുക്രിസ്തു ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. പൗലോസ് ചോദിക്കുന്നു,
ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി എന്ന് പറയുന്നതിനാൽ ആദ്യം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. സ്തോത്രം. അപ്പം ആ അധോഭാഗം എന്ന് പറയുന്നതാണ് ഈ ഷിയോൾ എന്നുള്ളത്, ഈ ഷിയോൾ. അപ്പം അവിടേക്ക് കർത്താവ് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. ബദ്ധന്മാർ എന്ന് അവിടെ പറയുന്നത് ഹാബേൽ മുതൽക്ക് നമ്മൾ ഈ പറഞ്ഞ മാനസാന്തരപ്പെട്ട കള്ളൻ വരെ ഉള്ളവർ പാർത്തിരുന്ന അപ്പർ ഷിയോൾ. അവരെല്ലാവരും എന്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു? സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിനായി. അതുകൊണ്ടാണ് എബ്രായർ 11:40 നമ്മൾ വായിക്കുന്നത്, അവർ പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും വിശ്വാസം കാത്തു എന്നുള്ള സാക്ഷ്യം ലഭിച്ചു, പക്ഷേ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. എന്നിട്ട് പറയുന്നു 40-ാം വാക്യത്തിൽ, അവർ നമ്മെ കൂടാതെ Yeah. രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. സ്തോത്രം. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത്. അപ്പോൾ നമ്മോടൊപ്പം അവർക്കും രക്ഷാപൂർത്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ യേശു കർത്താവ് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. അങ്ങനെ അവരെ, അതായത് ഹാബേൽ മുതൽ അവിടെ ഉണ്ടായിരുന്നവരുടെ ആത്മാക്കൾ, സ്വർഗപ്രവേശനത്തിന് വേണ്ടി ആർത്തിയോടെ കാത്തിരുന്ന ആ ആത്മാക്കൾ, അവരെ പിടിച്ചുകൊണ്ട് സങ്കീർത്തനം 68 അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമാണ്. പൗലോസ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട് ഈ എഫേസ്യർ 4:7 തൊട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന ബദ്ധന്മാരായ ആത്മാക്കളെ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടെത്തിച്ചു. അതുകൊണ്ടാണ് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ കല്ലറയ്ക്ക് പുറത്ത് തോട്ടത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന മറിയയുടെ അടുക്കൽ യേശു വരുന്നു. യേശു ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ കർത്താവിനെ തൊട്ട് നമസ്കരിക്കാൻ മറിയ ഒരുമ്പെടുകയാണ്. എന്നാൽ യേശു പറഞ്ഞു, അരുത്, എന്നെ ഇപ്പോൾ തൊടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറ എന്ന് പറഞ്ഞ് പുനരുത്ഥാന സന്ദേശവുമായി അല്ലെങ്കിൽ സുവിശേഷ സന്ദേശവുമായി മറിയയെ യേശു അയക്കുന്നു. കർത്താവിനെ തൊടാൻ സമ്മതിച്ചില്ല ആ സമയം. എന്നാൽ ഞാൻ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ്റെ അടുക്കൽ, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ കയറിപ്പോകുന്നു എന്ന് നീ പോയി എൻ്റെ സഹോദരന്മാരോട് പറക എന്ന് പറഞ്ഞ് മറിയയെ പറഞ്ഞു വിടുന്നു, തൊടാൻ സമ്മതിക്കാതെ. എന്നാൽ അല്പസമയത്തിന് ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ യേശു വന്നിട്ട് പറയുന്നു, നിങ്ങൾ കൈ നീട്ടി എന്നെ ഒന്ന് തൊട്ടു നോക്കാൻ. എന്ന് വെച്ചാൽ യേശു കർത്താവ് ഈ ബദ്ധന്മാരുടെ ആത്മാക്കളുമായി പിതൃസന്നിധിയിലേക്ക് കയറിപ്പോകുന്ന ആ നിമിഷത്തിലാണ്, അതിനിടയിലാണ് മറിയയുമായി തോട്ടത്തിൽ വെച്ച് സംഭാഷണം നടത്തിയത്. അതുകൊണ്ടാണ് പിതാവിന്റെ അടുക്കൽ ഞാൻ ഇതുവരെ കയറിപ്പോയിട്ടില്ലെന്ന് പറഞ്ഞത്. ഇവരെ പിതൃസന്നിധിയിൽ കൊണ്ടുവന്ന് വിട്ടു. അന്ന് മനുഷ്യർക്കു വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടതാണ്. എപ്പോൾ? യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമയം, ഫസ്റ്റ് ഈസ്റ്റർ മോർണിംഗ്. ആദ്യത്തെ ഈസ്റ്റർ പ്രഭാതത്തിൽ
സ്വർഗ കവാടങ്ങൾ വിശുദ്ധന്മാരായ ഭക്തന്മാരുടെ ആത്മാക്കൾക്കു വേണ്ടി തുറക്കപ്പെട്ടു. അതിനുശേഷം മരിക്കുന്ന സകല വിശുദ്ധന്മാരും, അതായത് അവരുടെ ആത്മാക്കൾ ചെന്നെത്തുന്നത് പറുദീസയിലല്ല, അബ്രഹാം പിതാവിന്റെ മടിയിലല്ല, അപ്പർഷിയോൾ മുകളിലത്തെ പാതാളത്തിലല്ല, പിന്നെ എവിടെയാണ്? നേരിട്ട് കർത്താവിന്റെ സന്നിധിയിലാണ്. നമ്മൾ അതിന്റെ തെളിവ് കണ്ടിട്ടുണ്ട്. പൗലോസ്ലിഹ ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ഫിലിപ്പീൻസ് 1:21-23. അവിടെ പൗലോസ് പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അപ്പൊ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെയാണ്. ആദ്യത്തെ ക്രൈസ്തവ രക്തസാക്ഷിയായ സ്തെഫാനോസിന്റെ മരണസമയത്തെ കാഴ്ചയും സാക്ഷ്യവും നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. സ്വർഗം തുറന്നിരിക്കുന്നു. സ്തെഫാനോസ് മരിക്കാൻ പോവുക. അപ്പോൾ താൻ കാണുന്ന കാഴ്ചയാണ് സ്വർഗം തുറന്നിരിക്കുന്നു. യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. അപ്പം ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം മരിക്കുന്ന സകല വിശുദ്ധന്മാരുടെയും ആത്മാക്കൾ ക്രിസ്തുവിനോട് കൂടെ ദൈവം വസിക്കുന്ന ഇടത്ത് തന്നെ ആയിരിക്കും. എന്നാൽ അവരുടെ ശരീരം ഭൂമിയിലാണ്. അതുകൊണ്ട് അവർക്ക് ടാസ്കുകൾ, ഉത്തരവാദിത്വങ്ങൾ, മിനിസ്ട്രി, ശുശ്രൂഷകൾ, മിഷൻസ്, ദൗത്യങ്ങൾ ഒന്നുമില്ല. ഉയർത്തെഴുന്നേൽപ്പ് വരെ അവർക്കവിടെ ദൗത്യങ്ങളൊന്നും നിർവഹിക്കാനില്ലാത്തത് കൊണ്ട് അവർ വിശ്രമിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും അവർക്ക് കർത്താവിന്റെ സാന്നിധ്യത്തെ അക്ഷരീയമായി അനുഭവിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യാം. സ്തോത്രം. വിശ്രമം എന്നതുകൊണ്ട് ഉറക്കം എന്നർത്ഥമില്ല. നോ ടാസ്ക്സ്, പ്രത്യേകിച്ചുള്ള ദൗത്യങ്ങളൊന്നും നിർവഹിക്കാനില്ല എന്ന് മാത്രമേ ഉള്ളൂ വിശ്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുനരുത്ഥാനത്തിൽ ഈ ആത്മാക്കൾ ദേഹികളോടൊപ്പം തിരികെ അവരവരുടെ ശരീരത്തിലേക്ക് മടങ്ങി വരികയും മണ്ണിലുറങ്ങുന്ന അവരുടെ ശരീരങ്ങൾ പുനരുത്ഥാന ശരീരത്തിന്റെ മുഴുവൻ പ്രത്യേകതകളോടുകൂടെയും ഉയർത്തെഴുന്നേറ്റ് നിമിഷങ്ങൾക്കകം കണ്ണിമയ്ക്കുന്നിടയിൽ കർത്താവിനോടുകൂടെ സ്വർഗങ്ങളിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. ഇതാണ് പുനരുത്ഥാനത്തിന്റെ ഒരു പ്രക്രിയ. സ്തോത്രം. നമ്മൾ അതിനു വേണ്ടിയാണ് ആർത്തിയോടെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരിക്കുന്ന ഭക്തന്മാർക്ക് മരണം ഒരു നഷ്ടമല്ല, ലാഭമാണ്. സാധാരണ ശവമടക്കെന്ന് കേൾക്കുന്നത് പോലെ ആബ്സെന്റ് ഫ്രം ഹിയർ, ഇവിടെ നിന്നും നമ്മൾ ആബ്സെന്റ് ആകുന്നു, നമ്മൾ ഇവിടെ നിന്നും ഇല്ലാതെയാകുന്നു. ബട്ട് പ്രസന്റ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോട് കൂടെ ഹാജരാകുന്നു. സ്തോത്രം. അതിനെ, ആ മരണത്തെ അതുകൊണ്ടാണ് ജസ്റ്റ് എ ഡിപ്പാർച്ചർ. ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് അതിൻ്റെ ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക്, ഒരു വിമാനത്താവളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു തുറമുഖത്ത് നിന്നും മറ്റൊരു തുറമുഖത്തേക്ക് യാത്ര തിരിക്കുന്നത് പോലെ ഇവിടെ നിന്നും മറുകരയിലേക്കുള്ള യാത്രയാണ്, ഡിപ്പാർച്ചർ മാത്രമാണ് നമ്മുടെ ദേഹവിയോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തന്മാർക്ക് മരണം ലാഭകരമാണ്, നഷ്ടമല്ല. എന്നാൽ അവരും നാമുമെല്ലാം നോക്കി പാർക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടിയാണ്. അത് സംഭവിക്കുന്നത് നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ
മടങ്ങി വരുമ്പോഴാണ്. ആ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് ജീവിക്കാം. സ്തോത്രം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.